ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഡിസേർട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, മാത്രമല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഡിസേർട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ഈ ഒരു ഡിസേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4-5 ബ്രെഡെങ്കിലും ഇവിടെ എടുത്തിട്ടുണ്ടാവും. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുക. നമ്മൾ ഈ ഒരു ഡിസേർട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനിവിടെ ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറി മിൽക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതവിടെ ഡയറി മിൽക്ക് ഒന്ന് ഇതുപോലെ പീസാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്കിവിടെ കോൺഫ്ലോറും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിത് അവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇതുപോലത്തെ ഒരു ചെറിയൊരു പീസ് ബട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ടർ ചേർത്ത് കൊടുക്കുക നല്ലൊരു സിൽക്കി സ്മൂത്തി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇതിലെ ഒരു ബ്രെഡൊക്കെ നല്ലോണം സോക്കായി കിട്ടണം. അതുപോലെ തന്നെ ആ ഒരു ചോക്ലേറ്റും ബട്ടറൊക്കെ ഇങ്ങനെ മെൽറ്റായി വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി പാൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പാൽ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിലേക്ക് പാൽ ഇതുപോലെ ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ കുറേശ്ശെയായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി നല്ലോണം അലിയിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നല്ലോണം തണുത്തതിന് ശേഷം നമുക്കത് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വീണ്ടും നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം സ്മൂത്ത് ആക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കുക. കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് വീണ്ടും കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലാതെ ഇതിങ്ങനെ അടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് വീണ്ടും കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം സ്മൂത്ത് ആക്കിയിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കണ്ടാൽ തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു ഡിസേർട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം എടുക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണേ. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇത് നല്ലോണം തണുപ്പിച്ച് വെക്കണം കേട്ടോ. തണുപ്പിച്ചതിന് ശേഷം വേണം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അല്ലാതെ തന്നെ അതങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൊക്കോ പൗഡറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് വശത്തുള്ളതൊക്കെ ഞാൻ തുടച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ലോണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ചോക്ലേറ്റ് ഡിസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ടൈമും വേണ്ട, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു പെരുന്നാളിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്